ഹഗ് ഡേ ആയിരുന്നു അല്ലേ? ഇപ്പം ഹഗ് ഡേ, റോസ് ഡേ, ചോക്ലേറ്റ് ഡേ, അങ്ങനെ എന്തൊക്കെ ഡേയാ. അതൊക്കെ ഓർത്ത് വെച്ചതൊരു കാലമുണ്ട്. പക്ഷെ അതിന് കമൻ്റായിട്ട് 3 മണിക്കൂർ മുമ്പ്, ഞാൻ കാണുന്നതിന് 3 മണിക്കൂർ മുമ്പ് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏഷ്യാനെറ്റും ബിഗ് ബോസും ലാലേട്ടനും എല്ലാവരും കൂടി 5-6 മണിക്കൂർ നിന്നിട്ട് തപ്പി നോക്കിയിട്ട് കിട്ടാത്ത കുറേ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു മാസങ്ങൾ കൊണ്ട് അവർ തപ്പിയെടുത്തപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ. കൂട്ടിയത് വല്ല കണക്കുണ്ടോ? വേറെ ഞാനങ്ങനെ കരഞ്ഞ് മെഴുകി അവിടെ പ്രശ്നം ഉണ്ടാക്കി അവിടെ ഞാൻ ഇറങ്ങിപ്പോന്നെ. അനുമോൾ അതിനോട് പിടിച്ച് നിന്നട്ടാ എന്തൊക്കെ പറഞ്ഞല്ലേ. ഇപ്പം ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിന് കമൻ്റായിട്ട് അനുമോൾ ഒരു ഇമോജിയിൽ ഒതുക്കി കളഞ്ഞു. മതി, ഇമോജി മതി. സത്യം ഇന്നല്ലെങ്കിൽ നാളെ മറന്നേക്ക് പുറത്തു വരുന്നു പറയില്ലേ. അനുമോളല്ലാതെ മറ്റാരിതിന് റിപ്ലൈ എന്താ പറയുക, കമൻറ്റ് ചെയ്യണോ അല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാലന്റൈൻസ് ഡേ ആണ്. എല്ലാവരും ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാനൊക്കെ ഇങ്ങനെ കാത്തിരിക്കുമായിരിക്കും അല്ലേ. പക്ഷെ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ഡേയുടെ ആവശ്യമൊന്നുമില്ല. അത് ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ പ്രപ്പോസ് ചെയ്യാനൊക്കെ. ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇന്ന് രാവിലെ പ്രപ്പോസ് ചെയ്യും, വൈകുന്നേരം ആകുമ്പോൾ ബ്രേക്കപ്പ് ആവും, പിറ്റേ ദിവസം വീണ്ടും വേറെ പ്രപ്പോസലിൽ വീണ്ടും ബ്രേക്കപ്പ്. അങ്ങനെയൊക്കെയാണല്ലോ 2K കിഡ്സിൻ്റെ ഓരോരോ ആചാരങ്ങൾ. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല കേട്ടോ. എന്തായാലും നാളെ വാലന്റൈൻസ് ഡേ ആണ്, February 14. എല്ലാവരും അല്ല, ചിലരൊക്കെ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആഘോഷിക്കുക. ഇന്നലെ ഹഗ് ഡേ ആയിരുന്നു അല്ലേ. ഇപ്പം ഹഗ് ഡേ, റോസ് ഡേ, ചോക്ലേറ്റ് ഡേ, അങ്ങനെ എന്തൊക്കെ ഡേയാ. അതൊക്കെ ഓർത്ത് വെച്ചതൊരു കാലമുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ഹഗ് ഡേ വിഷ് ചെയ്തുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഹഗ് ഡേ വിഷ് ചെയ്ത ആ വിഷസ് നിങ്ങൾ കണ്ടായിരുന്നോ? ഞങ്ങൾ അല്പസമയം മുമ്പാണ് കേട്ടോ കണ്ടത്. ഞാൻ കുറച്ച് ലേറ്റായി പോയി. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ. ഞാൻ വന്നു ഒന്നിലും ഞാൻ വന്നു. കഴിഞ്ഞ ദിവസം ഹഗ് ഡേ ആയിരുന്നു. ഹഗ് ഡേക്ക് ഏഷ്യാനെറ്റ് ഹഗ് ഡേ വിഷ് ചെയ്തുകൊണ്ട് എത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഏഷ്യാനെറ്റ് ഇങ്ങനെ വരണമെങ്കിൽ അന്ന് ലാലേട്ടൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏഷ്യാനെറ്റും ബിഗ് ബോസും ലാലേട്ടനും എല്ലാവരും കൂടി 5-6 മണിക്കൂർ നിന്നിട്ട് തപ്പി നോക്കിയിട്ട് കിട്ടാത്ത കുറേ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു മാസങ്ങൾ കൊണ്ട് അവർ തപ്പിയെടുത്തപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ. ഇനി ആ കിട്ടിയതിന്റെ സന്തോഷത്തിലാണോ ഹഗ് ഡേ അവർ ഇങ്ങനെ വിഷ് ചെയ്തിട്ട് എത്തിയത്? ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ, ഞങ്ങൾ ഇത് മുഴുവൻ പരിശോധിച്ചല്ലോ ക്യാമറയിലൂടെ. അതുകൊണ്ടാണ് ഞങ്ങൾ കള്ളം പറയാണോ? എന്തായാലും കർമ്മ 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 എന്ന് പറയുന്നുണ്ട്. അന്ന് ഒരുപാട് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്ത് എല്ലാവരും സെർച്ച് ചെയ്തു എന്താണെന്ന് ഒന്നും ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കണ്ട, അത് പോട്ടെ, അത് കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് ഏഷ്യാനെറ്റ് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ വിശ്വാസമായിട്ട് എത്തിയിരിക്കുന്നത്? ഇവരുടെ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊന്നും കൊണ്ടുവരാതെ ആരിൻ്റെയും ജിസേലിൻ്റെയും ഈ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഹഗ് ഡേ വിഷ് ചെയ്തുകൊണ്ട് ഏഷ്യാനെറ്റ് എത്തിയത്. ഈ ഏഷ്യാനെറ്റ് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു മാത്രം അവസാനം കുറ്റം. പക്ഷെ അതിന് കമൻ്റായിട്ട് 3 മണിക്കൂർ മുമ്പ്, ഞാൻ കാണുന്നതിന് 3 മണിക്കൂർ മുമ്പ് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്ക്. ഈ ഇമോജി പോരെ എല്ലാത്തിനുള്ളൊരു മറുപടി. അനുമോളല്ലാതെ മറ്റാരിതിന് റിപ്ലൈ എന്താ പറയുക, കമൻറ്റ് ചെയ്യണോ അല്ലേ. വേറെ ഒന്നും പറയണ്ട, ആ ഇമോജി മതി. ആ ഇമോജിയിൽ എല്ലാം ഉണ്ടെന്നേ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എനിക്ക് മനസ്സിലായിട്ടുണ്ട് ചില കാര്യങ്ങൾ. എന്തൊക്കെയായിരുന്നു ആ കൊച്ചിനിട്ട് എല്ലാവരും കൂടി എന്തൊക്കെ ചീത്തയാണ് ആ പെങ്കൊച്ചിനെ പറഞ്ഞു കൂട്ടിയത്. വല്ല കണക്കുണ്ടോ? വേറെ ഞാനങ്ങനെ കരഞ്ഞ് മെഴുകി അവിടെ പ്രശ്നം ഉണ്ടാക്കി അവിടെ ഞാൻ ഇറങ്ങിപ്പോന്നെ. അനുമോൾ അതിനോട് പിടിച്ച് നിന്നട്ടാ എന്തൊക്കെ പറഞ്ഞല്ലേ. അന്ന് ഈ സംഭവം നടക്കുമ്പോഴല്ലോ ഏഷ്യാനെറ്റ് ഇങ്ങനെ കണ്ണടച്ച് നിൽക്കായിരുന്നു. ഒന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും നോക്കിയിട്ടും കണ്ടിട്ടില്ല, അനുമോളായിരുന്നു എല്ലാത്തിനും കുറ്റക്കാരിയെന്നോ അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താ, സത്യങ്ങളൊക്കെ മനസ്സിലായി ഓരോന്നും ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണോ? അപ്പോൾ അനുമോൾ പറഞ്ഞതാണ് ശരി എന്ന് ഇപ്പോൾ ഏഷ്യാനെറ്റും അങ്ങോട്ട് സമ്മതിച്ചു. അതല്ലെങ്കിൽ പിന്നെ അടുത്ത സീസണിലേക്ക്, അതായത് നമ്മുടെ സീസൺ 8 വരുന്നുണ്ടല്ലോ, ഈ സീസൺ 8 വരുന്നവർക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഒരു ക്ലൂ കൊടുത്താണോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് ഇങ്ങനെ ഫേമസ് ആവാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ളവരുടെ വീഡിയോസൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നിങ്ങളിങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുള്ളൂ എന്നൊരു ഓർമ്മപ്പെടുത്തലാണോ? എന്തായാലും അടുത്ത സീസണിൽ, അതായത് വരുന്ന സീസണിൽ
കോംബോകളെ കൊണ്ടുവരാൻ ബിഗ് ബോസ് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ കോംബോകളെ കൊണ്ടുവരാൻ ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കോംബോ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളവരായിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിന് കമന്റ് ആയിട്ട് അനുമോള് ഒരു ഇമോജിയിൽ ഒതുക്കി കളഞ്ഞു. മതി, ഇമോജി മതി, സത്യം ഇന്നില്ലെങ്കിൽ നാളെ മറന്നേക്ക് പുറത്തു വരുന്നു പറയില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ ഇൻ അഡ്വാൻസ്. എല്ലാവരും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവർ തുറന്നു പറയുക. ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഇന്ന് ഉച്ചക്ക് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പ്രപ്പോസ് ചെയ്യുന്ന പിള്ളേരാണ്. അതുകൊണ്ട് പിന്നെ ഇപ്പം അങ്ങനെയും തോന്നുന്നില്ല. ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുക, പ്രണയത്തിനും ഉണ്ട് അതിൻ്റെതായ മനോഹാരിത. അപ്പോൾ അതൊക്കെ കാത്തു സൂക്ഷിച്ച് മനോഹരമായി പ്രണയിക്കുക. പ്രണയം നിരസിക്കുകയാണെങ്കിൽ വിട്ടുകളയുക. നമുക്കത് വിധിച്ചതല്ല, നമുക്ക് വേറെ നല്ല മനോഹരമായ ജീവിതം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മളോട് ഇഷ്ടമല്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ തേച്ചിട്ടുണ്ടെങ്കിലോ നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുകളയാന്നേ. അവളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവനില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ. അതിൽ മനോഹരമായിട്ടുള്ള ജീവിതം നമ്മുടെ മുന്നിൽ ഉണ്ടാകും. നിങ്ങൾ കുറച്ച് അങ്ങോട്ട് വെയിറ്റ് ചെയ്താൽ മതി. പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവർ, അല്ലെങ്കിൽ പ്രണയം പൂവിട്ടവർ, അല്ലെങ്കിൽ പൂവിടാൻ വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ ഇൻ അഡ്വാൻസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും